ഇന്ത്യയുടെ ഒരു വമ്പൻ ഐറ്റം വരുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇന്ത്യക്ക് S-400 ഉണ്ട്. ഇന്ത്യക്ക് ആകാശ് 2035 നമ്മുടെ സകല രാജ്യത്തിനെയും ഒരു ഇരുമ്പ് കുട പോലെ സംരക്ഷിക്കാനായി വലിയ രീതിയിൽ സജ്ജമാകും എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ S-400 വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആ ഒരു വമ്പൻ ആയുധം പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള പ്രോജക്റ്റ് കുഷ, ഇതാണ് ഇപ്പോൾ പരീക്ഷണ വിക്ഷേപം അടുത്ത വർഷം നടത്താനിരിക്കുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സുദർശൻ ചക്ര എന്ന പേരിൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കുമെന്ന് മോദി വെളിപ്പെടുത്തിയിരുന്നു. സുദർശൻ ചക്രയുടെ നട്ടെല്ലായി പ്രവർത്തിക്കാൻ പോകുന്നതാണ് പ്രോജക്റ്റ് കുഷയുടെ ഭാഗമായി വരുന്ന മിസൈൽ പ്രതിരോധ സംവിധാനം. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDO ആണ് കുഷ വികസിപ്പിക്കുന്നത്. 150 കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന M1, 250 കിലോമീറ്റർ റേഞ്ചുള്ള M2, 350 കിലോമീറ്റർ റേഞ്ചുള്ള M3 എന്നീ ഇൻറ്റർസെപ്റ്റർ മിസൈലുകളാണ് ഇതിനായി ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇൻറ്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണമാണ് അടുത്ത വർഷം നടക്കുക. 2028 ഈ 3 ദീർഘദൂര ഭൂതല വ്യോമ മിസൈലുകളുടെ വികസനം പൂർത്തിയായി 2030 പ്രോജക്റ്റ് കുഷ പ്രവർത്തനം സജ്ജമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് DRDO ഇപ്പോൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡായി പ്രവർത്തിക്കുന്ന കുഷ മിസൈൽ സംവിധാനം നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ S-400 ട്രയംഫിനേക്കാൾ മികച്ചതായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശത്രുക്കളുടെ ക്രൂസ് മിസൈലുകൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, ആളില്ലാത്ത യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെ 250 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കുഷയ്ക്ക് സാധിക്കും. മാത്രമല്ല, വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഉൾപ്പെടുന്ന വിമാനങ്ങളെ 350 കിലോമീറ്റർ ദൂരെ നിന്ന് തന്നെ തിരിച്ചറിയാനും കുഷയ്ക്ക് സാധിക്കും. നിലവിൽ ഇന്ത്യ-ചൈന, ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി മറികടന്ന് വരുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉദ്ദേശിച്ചാണ് ഇവയെ വിന്യസിച്ചിരിക്കുന്നത്. 5 എണ്ണത്തിന് റഷ്യയ്ക്ക് ഓർഡർ നൽകിയെങ്കിലും നിലവിൽ 3 S-400 സംവിധാനങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് റഷ്യ കൈമാറിയിട്ടുള്ളത്. ബാക്കിയുള്ളവ പെട്ടെന്ന് ലഭ്യമാകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.